ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഹാരിഫ് ഹുസൈൻ്റെ ഉമ്മ മരിച്ചു. ദുഃഖാർത്തനായ ഹാരിഫ് ഹുസൈൻ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും തൻ്റെ സങ്കടത്തിൻ്റെ തോരാമഴയുടെ ഡാം തുറന്നുവിട്ടത് ഇങ്ങനെയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, കേരളത്തിലെ ഹൂറന്മാർക്ക് വേണ്ടി എന്നെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ, നിങ്ങളിപ്പോൾ ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയില്ലേ? ആദരാഞ്ജലികൾ. ഒരു ഉമ്മയുടെ മരണത്തിൽ സ്നേഹനിധിയായ മകൻ ഇതിലപ്പുറം എങ്ങനെയാണ് കണ്ണീർ വാർക്കുന്നത്? ഉമ്മ സങ്കടപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മകൻ നിങ്ങളെ മനുഷ്യനായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. അല്ലായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ ചത്തു എന്ന് പറഞ്ഞേനെ. അതുണ്ടായില്ലല്ലോ. പിന്നെ ഭൂമിയിലെ ഹൂറന്മാർക്ക് വേണ്ടി ജീവിച്ച എന്ന പ്രയോഗം, അതിൽ നിരാശയും സങ്കടവും വേണ്ട. ആരിഫ് ഹുസൈന് സ്വന്തം പിതൃത്വത്തിൽ സംശയം തോന്നിയത് ഉമ്മ ചീത്തയായതുകൊണ്ടല്ല. ഉമ്മയുടെ മകൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെതാണ്. അത് അവസാനം അവർ തന്നെ ഛർദ്ദിപ്പിച്ചുകൊള്ളും. സമാധാനിക്കുക. ഹാരിഫ് ഹുസൈൻ്റെ പോസ്റ്റിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ആ നരഭോജി തൻ്റെ പോസ്റ്റ് പിൻവലിക്കാതെ ആ വിശേഷണങ്ങൾ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞതും എഴുതിയതും പിൻവലിക്കയില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ് ചെയ്തത്. ഹാരിഫ് ഹുസൈൻ്റെ ആത്മരോധനത്തിന് ആയിരക്കണക്കിന് ലൈക്കുകളും പ്രചോദനാത്മകമായ കമൻറ്റുകളും ധാരാളമായി കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം. എല്ലാം ഹിന്ദുത്വ ശക്തികളിൽ നിന്ന് ആണെന്ന് മാത്രം. ഇത് ഹാരിഫ് ഹുസൈൻ ചെയ്തത് ശരിയായതുകൊണ്ടല്ല, മറിച്ച് ആ ഉമ്മ ജിഹാദിയും മുസ്ലിമും ആണ് എന്ന ലേബലുള്ളത് കൊണ്ടാണ്. ഒരു എക്സ് മുസ്ലിമായ മകൻ ജിഹാദി ഉമ്മക്കെതിരെ ആഞ്ഞടിച്ചതിൽ സന്തോഷിക്കുകയല്ലാതെ ദുഃഖിക്കുന്നത് എങ്ങനെയാണ്? അതിന് മരിച്ചു എന്നത് ഒരു കാരണമൊന്നുമല്ല. വേണമെങ്കിൽ അവർ ഒന്നുകൂടി കൊന്നുതരും ആഘോഷമാക്കാൻ. അപ്രകാരം ആരിഫ് ഹുസൈനെ വാനോളം പുകഴ്ത്തിയും ഉമ്മയെ മാതൃവാത്സല്യമില്ലാത്തവളായി മറ്റൊരാൾ വളരെ ശക്തമായി തന്നെ ആരിഫിനു വേണ്ടി ചിത്രീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് ഇതിലും വലിയ രസം. അയാളാണ് ടി.ജി. മോഹൻദാസ്. നമ്മുടെ ജനപ്രിയ മാതൃസ്നേഹി ടി.ജി. മോഹൻദാസിന് ആരിഫ് ഹുസൈനെ ഉമ്മ തള്ളിക്കളഞ്ഞതിൽ സങ്കടം സഹിക്കുന്നില്ല എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ചങ്ക് പൊള്ളിക്കുന്നതാണ്. സ്വന്തം മകനെ പോലും ഒഴിവാക്കാൻ മാത്രം രാക്ഷസീയ പിടുത്തമാണ് ഇസ്ലാം ആ ഉമ്മയെ പിടിച്ചതെന്ന് ടി.ജി. മോഹൻദാസ് വിലപിക്കുന്നുണ്ട് വീഡിയോയിൽ. ആരിഫ് ഹുസൈന് വേണ്ടി മണിക്കൂറുകളോളം കിടന്ന് കരയുന്നുണ്ട് ടി.ജി. മോഹൻദാസ് തൻ്റെ വീഡിയോയിൽ. എന്താണെന്നറിയില്ല, ഈ വീഡിയോയിൽ ടി.ജി. വിറക്കുന്നില്ല. മുസ്ലിങ്ങളെ വധിക്കാൻ കിട്ടിയ ഉത്സാഹം കൊണ്ടായിരിക്കാം വിറയൽ കുറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന്. ആരിഫ് ഹുസൈൻ തെരുവത്തിനെ എല്ലാവർക്കും അറിയാം. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ വ്യക്തിയെ. അദ്ദേഹത്തിൻ്റെ അമ്മ മുസ്ലിങ്ങൾ ഉമ്മ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച വിവരം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടെ ആ വിഷയത്തിൽ അദ്ദേഹം ഇട്ടു. രണ്ടും വളരെ ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു. ആദ്യത്തേത് പ്രത്യേകിച്ചും. രണ്ടാമത്തത് പലർക്കുമുള്ള മറുപടിയായിരുന്നു. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം അമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ ഉപേക്ഷിച്ചിരുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ അമ്മമാർ മക്കളെ ഉപേക്ഷിക്കാറില്ല. അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും, കള്ളനായാലും കൊലപാതകിയായാലും എന്ത് മഹാപാപം ചെയ്തവനാണെങ്കിലും അവൻ എൻ്റെ മകനാണ് എന്ന് അമ്മ എപ്പോഴും വിചാരിക്കും. അതാണ് ചരിത്രത്തിൽ കണ്ടുവരുന്നതും വർത്തമാനത്തിൽ നമ്മളെല്ലാം അനുഭവിക്കുന്നതും. എനിക്ക് കാര്യമായൊരു ബന്ധം എനിക്ക് ആരിഫ് ഹുസൈനുമായിട്ട് ഇല്ല. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആരിഫിനോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട്. ആരിഫിൻ്റെ ചിന്തകളോടെല്ലാം യോജിപ്പുള്ളവനല്ല ഞാൻ. പക്ഷെ ചിന്തകളോട് യോജിപ്പില്ലെങ്കിൽ പോലും ഒരു നിലപാടിൽ ഒരാൾ സത്യസന്ധമായിട്ട് ഉറച്ചു നിൽക്കുകയും അതിനോട് കൂറു പുലർത്തുകയും അതിനുവേണ്ടി
അഹോരാത്രം പ്രചാരണ വേല ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തെപ്പറ്റി ഒരു ബഹുമാനം തോന്നും. അങ്ങനെ ആ വ്യക്തിയോടും ഒരു മതിപ്പ് തോന്നും. ഇതാണ് എനിക്ക് ആരിഫ് ഹുസൈനോടുള്ള മതിപ്പ്. പക്ഷേ ആരിഫ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വന്തം അമ്മ ആരിഫ് ഹുസൈനെ തള്ളിപ്പറഞ്ഞിരുന്നു. എനിക്കിങ്ങനെ ഒരു മകനില്ലായിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്നു. പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഇവനെ പ്രസവിച്ച ഗർഭപാത്രം വലിച്ചെറിഞ്ഞ് കളയാൻ എനിക്ക് തോന്നുന്നു എന്ന് വരെ ആ അമ്മ പറഞ്ഞു വെച്ചു. അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ആ അമ്മ വിലപിച്ചു. ഇതെല്ലാം ആരിഫ് ഹുസൈൻ ഹൃദയം തകരുന്ന ഭാഷയിൽ, എന്നാൽ വികാരഭരിതനാവാതെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നു. ഇസ്ലാമിൻ്റെ വിധി നിഷേധങ്ങളനുസരിച്ച് അവർ ജീവിച്ചു, പെരുമാറി. ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ അവരെയും കുറ്റം പറയുകയില്ല. ഇസ്ലാമിൻ്റെ വിധികളുണ്ട്, നിഷേധങ്ങളുണ്ട്. അതിൽ കാഫിറായിരിക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ്. ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അമുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരും ഒക്കെ കാഫിറാണ്, കഴുത്ത് വെട്ടിക്കളയേണ്ടവരാണ്, സർത്തൻ സജുദ. എന്നാൽ അവരെക്കാൾ കൂടുതൽ അപരാധിയാണ് ഇസ്ലാം വിട്ടുപോയവൻ. മുനാഫിക് എന്നോ മറ്റോ ആണ് അവരെ വിളിക്കുന്നത്. എനിക്ക് ആ പേരൊന്നും അത്ര വശമില്ല. അവരാണ് ആദ്യം കൊല്ലപ്പെടേണ്ടവർ, വധ്യർ അവരാണ്. അപ്പോൾ ആ അമ്മയുടെ നോട്ടത്തിൽ ആരിഫ് ഹുസൈൻ എന്ന തൻ്റെ മകൻ കൊല്ലപ്പെടേണ്ടവനാണ്. അതുകൊണ്ട് അവർ നിസ്സഹായമായിട്ട് നിലവിളിച്ചു, ആരെങ്കിലും ഒന്നവനെ കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന്. എന്തൊരു പരിതാപകരമായ അവസ്ഥ. പക്ഷേ ഇസ്ലാം അത് അനുശാസിക്കുന്നു. ആ അമ്മ ഒരുപക്ഷെ അസാമാന്യമായ ധർമ്മസങ്കടം അനുഭവിച്ചു കാണും. മകൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരുന്ന ഗതികേടിൽ തന്നെ പെടുത്തിയ അല്ലാഹുവിനെയും അവർ ഒരു നിമിഷം ശപിച്ചു കാണും. പക്ഷേ എന്തു ചെയ്യാം, ഇസ്ലാമിൻ്റെ വിധി നിഷേധങ്ങൾ അങ്ങനെയാണ്. ബൈബിളിൽ ഇയ്യോബിൻ്റെ ഒരു പ്രാർത്ഥനയും പ്രാക്കുമുണ്ട്. എൻ്റെ പെറ്റ തള്ള മച്ചിയായിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അത്രയധികം ഇയ്യോബ് കഷ്ടപ്പെട്ടു. ഞാൻ ജനിക്കാതെ പോയെങ്കിൽ എന്നേ അർത്ഥമാക്കിയുള്ളൂ. പക്ഷേ ഇയ്യോബ് ഉപയോഗിച്ച വാക്കുകൾ ഇതായിരുന്നു, എൻ്റെ പെറ്റ തള്ള മച്ചിയായിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് വേദനയോടെ, നിരാശയോടെ, അത്യന്തം ക്ഷോഭത്തോടെ, സങ്കടത്തോടെ ഒക്കെ പ്രതികരിക്കുന്നുണ്ട്. അത് ബൈബിളിലെ കഥ. ഇങ്ങനെ കഥകൾ ഒരുപാടുണ്ട് അമ്മമാരെ പറ്റി. ആരിഫ് ഹുസൈൻ്റെയും അമ്മ അമ്മയായിരുന്നു. മരണം വരെ ആരിഫ് ഹുസൈന് അവരെ പോയി കാണാൻ പറ്റിയില്ല. ആരിഫ് ഹുസൈൻ ചെയ്ത കുറ്റം ഇസ്ലാം വിട്ടു എന്നുള്ളതാണ്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ടി ജി മോഹൻദാസ് പറയുന്നത്, ആരിഫ് ഹുസൈൻ എന്ന മുസ്ലിം വിരോധിയുടെ ഉമ്മ മരിച്ചത് അയാൾ അറിയുന്നത് ആരിഫ് ഹുസൈൻ്റെ 2 ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് എന്നാണ്. മാത്രമല്ല, ആ പോസ്റ്റിലൊന്നിൽ തൻ്റെ ഉമ്മ ഉപേക്ഷിച്ചതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ടെന്നും അത് കേട്ടപ്പോൾ ടി ജി മോഹൻദാസ് എന്ന ആട്ടിൻ തോളിട്ട ചെന്നായിയുടെ ഉള്ളു പിടഞ്ഞെന്നും അങ്ങനെ ടി ജി ആരിഫിനെ വിളിച്ച് ആശ്വാസവാക്കുകൾ അറിയിച്ചു എന്നുമാണ്. ടി ജി പറയുന്നത് ആരിഫ് ഹുസൈൻ്റെ ഉമ്മയെ പോലെ ഒരമ്മയും ചരിത്രത്തിൽ എവിടെയും ഇല്ലെന്നാണ്. അതിനുവേണ്ടി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഉമ്മ ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തും വരെ ഭക്ഷണം പാകം ചെയ്ത് കാത്തിരുന്ന കഥയും, മഹാഭാരത യുദ്ധാനന്തരം മരിച്ചുപോയവർക്ക് യുധിഷ്ഠിരൻ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ കുന്തി താൻ മറച്ചുവെച്ച രഹസ്യം പോലും ഓർക്കാതെ കർണന് ആദ്യം ശ്രാദ്ധകർമ്മം ചെയ്യാൻ ആവശ്യപ്പെടുന്നതുമെല്ലാം വിശദീകരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. എന്നാൽ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ പുത്രവാത്സല്യം തീരെയില്ലാത്ത സ്ത്രീയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ. അതും ആരിഫ് ഹുസൈൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണെന്ന് സമർത്ഥിക്കുകയുമാണ്. എന്നാൽ ഞാൻ പറയുന്നു, കുന്തിയേക്കാൾ എത്രയോ മികച്ച ഒരമ്മയാണ് ആരിഫ് ഹുസൈൻ്റെ അമ്മ. കാരണം കുന്തി സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് പ്രസവിച്ച ഉടനെയാണ്. മുലപ്പാല് കൊടുക്കാതെ, ഒരിറ്റു വാത്സല്യം പോലും നൽകാതെ, അതും പെട്ടിയിലാക്കി പുഴയിലൊഴുക്കുകയാണ് ചെയ്തത്.
ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് പോലും ഓർക്കാതെ, ആ പെട്ടിയിൽ കിടന്ന് എന്ത് ഭക്ഷിക്കുമെന്ന് പോലും ഓർക്കാതെ, ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയില്ല എങ്കിൽ ആ കുഞ്ഞ് മരിച്ചു പോകുമെന്നറിഞ്ഞിട്ടും പെട്ടിയിലാക്കി ഒഴുക്കിവിടുകയാണ് കുന്തി ചെയ്തത്. എന്നാൽ ആരിഫ് ഹുസൈൻ്റെ ഉമ്മ ചെയ്തതോ നേരെ മറിച്ചാണ്. ആവോളം സ്നേഹവും വാത്സല്യവും നൽകി, ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് മോമരിച്ചും വളർത്തി, ആവശ്യത്തിനും അതിലധികവും വിദ്യാഭ്യാസം നൽകി. അപ്പോഴൊന്നും ആരിഫ് ഹുസൈൻ്റെ ഉമ്മയ്ക്ക് ആരിഫ് ഹുസൈനോട് വെറുപ്പില്ലായിരുന്നു, എതിർപ്പോ അകൽച്ചയോ ഉണ്ടായിരുന്നില്ല. ആരിഫ് ഹുസൈന് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് എപ്പോഴാണ് ആരിഫ് ഹുസൈൻ ഉമ്മയുടെ മനസ്സിൽ നിന്നും അകലാൻ തുടങ്ങിയതും ആരിഫിന് ഉമ്മ ഹൂറന്മാരുടെ റാണിയായതും എന്നതൊക്കെ നമ്മെപ്പോലെ തന്നെ TG മോഹൻദാസിനും നന്നായി അറിയാവുന്നതാണ്. ആരിഫ് ഹുസൈൻ മതം വിട്ടുപോയതിലല്ല, താൻ പഠിച്ചു വളർന്ന മതം, സ്വന്തം ഉമ്മയും ഉപ്പയും ഉൾക്കൊള്ളുന്ന മതം വിട്ടുപോയതിലുമല്ല, മറിച്ച് ഉമ്മയുടെയും കുടുംബത്തിൻ്റെയും മതത്തെ മാത്രം വെറുക്കുകയും ആ മതത്തെയും ദൈവത്തെയും തെറി പറയാനും നിന്ദിക്കാനും തുടങ്ങിയപ്പോഴാണ്, സമൂഹത്തിൽ ഞങ്ങളും ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നൽ തുടങ്ങിയപ്പോഴാണ്. ക്യാരക്ടറിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് ആരിഫ് ഹുസൈൻ എന്നാണ് TG മോഹൻദാസ് പറയുന്നത്. അതുകൊണ്ട് TGക്ക് പെരുത്തിഷ്ടമാണ് ആരിഫിന്. ആരിഫ് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണത്രേ. അതും TG മോഹൻദാസിന് വല്ലാണ്ട് ആരിഫിനോടുള്ള ഇഷ്ടക്കാരനാക്കി. എന്താണ് ആ നിലപാട് എന്നതല്ലേ? ആ നിലപാടാണ് മുസ്ലിങ്ങളെ നിരന്തരം തെറി പറയുക, ആ പറച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുക. ഇതിലപ്പുറം വലിയ നിലപാട് വേറെ എന്താണ്? ഇസ്ലാമിൽ മതം വിട്ടുപോയവനെ കൊല്ലണം എന്നാണ് പറയുന്നത് എന്നും ആ നിലപാടിന്റെ ബലത്തിൽ ആരിഫിന്റെ ഉമ്മ ആരിഫിനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു എന്നുമാണ് TG മോഹൻദാസ് പറയുന്നത്. വേറൊരു ചാനലിൽ കണ്ടത് ആരിഫിനെ കൊല്ലാൻ ഉമ്മ കൊട്ടേഷൻ നൽകി, പക്ഷേ ആരിഫിന് മുമ്പേ ഉമ്മ പോയി എന്നാണ്. ഈ വീഡിയോയിൽ TG പറയുന്നുണ്ട്, ഇസ്ലാമിൽ നിന്ന് വിട്ടുപോയവരെ മുനാഫിക് എന്നാണ് പറയുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ്. എന്നാൽ ഈ TG അടക്കമുള്ള മുസ്ലിം വിരോധികൾ അറിയാൻ ഇസ്ലാമിൽ മതം വിട്ടുപോയവരെ മുനാഫിക് എന്നല്ല മുർത്തദ് എന്നാണ് പറയുക. രണ്ടാമതൊരു കാര്യം, ഇസ്ലാം എന്നാൽ ഖുർആനാണ്, പ്രവാചക ചര്യയാണ്. ഖുർആനിൽ എവിടെയും മതം ഉപേക്ഷിച്ചവനെ കൊല്ലാൻ പറയുന്നില്ല. ഏതെങ്കിലും ഹദീസുകളിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് സാന്ദർഭികമായിരിക്കും. ഒന്നുകിൽ മതം ഉപേക്ഷിച്ച് ശത്രുപക്ഷത്ത് പോയി ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം ചതിപ്രയോഗങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തുക, അത്തരം സന്ദർഭങ്ങളിലായിരിക്കും. ഖുർആൻ പറയുന്നത് മതത്തിൽ യാതൊരു ബലപ്രയോഗവുമില്ല എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുത്ത് ജീവിക്കാമെന്നാണ്. പിന്നെ TG മോഹൻദാസ് പറയുന്നത്, എന്തെല്ലാം തെമാടിത്തം ചെയ്താലും ഒരമ്മയ്ക്ക് സ്വന്തം മക്കളെ ഉപേക്ഷിക്കാനോ കൊല്ലാനോ കഴിയില്ല എന്നാണ്. എന്നിട്ടും ആരിഫിൻ്റെ ഉമ്മ ആരിഫിനെ ഒഴിവാക്കി എന്ന് മാത്രമല്ല, കൊല്ലാനും ആളെ ഏർപ്പാടാക്കി എന്നതാണ്. ഞാനും ചോദിക്കട്ടെ TG മോഹൻദാസെ, ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം അമ്മമാർക്ക് മക്കളെ തള്ളാനോ കൊല്ലാനോ കഴിയാത്തത് കൊണ്ടാണോ ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന മക്കളെ നിങ്ങൾ പിന്തുടർന്ന് തേടിപ്പിടിച്ചു കൊല്ലുന്നത്? ഒരു മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തു എന്നതുകൊണ്ട് എന്തിനാണ് അവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നത്? ഇത്രയും വിശാലമായ മനസ്സുണ്ടായിട്ടാണോ ഓരോ വർഷവും മതം മാറിയതിന്റെ പേരിൽ സ്വന്തം മക്കളെ കൊന്നു തള്ളുന്ന കണക്ക് അധികരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ എത്ര പേരെയാണ് ഹിന്ദുത്വവാദികൾ കേരളത്തിൽ തന്നെ ഇല്ലാതാക്കിയിട്ടുള്ളത്? എന്നിട്ടും ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ ആരിഫിന്റെ മരണപ്പെട്ടുപോയ ഉമ്മയെ വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഉമ്മയുടെ നഗ്നത കാണിച്ചുള്ള വേഷങ്ങളുള്ള ഫോട്ടോ തന്റെ കയ്യിലുണ്ടെന്നും അത് വെച്ച് ഞാൻ ഉമ്മയെ സമൂഹമധ്യത്തിൽ വഷളാക്കുമെന്നും പറഞ്ഞ ഏതെങ്കിലും മകൻ കുന്തിക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി പറയണം TG മോഹൻദാസ്.